നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും കാണാം. അത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു കാർഡുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളെ കാണാതിരിക്കുന്നതിൽ സത്യത്തിൽ ആ വ്യക്തിക്ക് വിഷമമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും നിങ്ങൾ ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്കൊപ്പം നിൽക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് ആരൊക്കെ ഉണ്ടായാലും, ആരോടൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായാലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ കാണാതിരിക്കുന്നതിൽ സത്യത്തിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ, കൊച്ചു കുട്ടികളെ പോലെ അല്ലെങ്കിൽ പിടിവാശി പിടിക്കുന്നുണ്ട് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ ആയിട്ട്. ഒരുപക്ഷെ ആ വ്യക്തി തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തി ചിലപ്പോൾ ഒരു നോട്ടത്തിൽ ഒതുക്കിയേക്കാം. നിങ്ങളുടെ ഒക്കെ ഉണ്ടാകുന്ന ഓരോ നഷ്ടവും, ഓരോ പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ അതിജീവിക്കാനായിട്ട് ആ വ്യക്തിയിൽ നിന്ന് കൃത്യമായ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ നൽകിയിരിക്കുന്നു. കൃത്യമായി ആ വ്യക്തി വിഷമിക്കുന്നുണ്ട് നിങ്ങൾ അടുത്തില്ലാത്തതിനാൽ. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ആ വ്യക്തി കൃത്യമായി വ്യസനിക്കുന്നുണ്ട്. കൃത്യമായി വ്യസനിച്ചാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിയുടെ ആഗ്രഹം, ആ വ്യസനത്തിനുള്ള കാരണം, നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ദുഃഖിക്കുന്നുണ്ടെന്ന് ആ വ്യക്തി പറയാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളുടെ ഒരു കുറവാണ്. ഒരു വ്യക്തി മറ്റൊരിടത്ത് ചെന്നുകൊണ്ട് തൻ്റെ പ്രവർത്തന മേഖലയെ പറ്റി പുകഴ്ത്തി താൻ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് ആ ഡോക്യുമെൻ്ററിയിൽ അതിൽ നമ്മൾ ജീവിതത്തോട് ഒപ്പം നിന്നുകൊണ്ട് നിലപാടെടുക്കുന്നത്, അത് ചിലപ്പോൾ ഇതേ കാര്യങ്ങൾ മുൻപേ വാങ്ങിയ ആൾക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തി എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യം തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള വല്ലാത്ത ആർജവം ആ വ്യക്തിക്കുണ്ട്. ഈ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഓരോ നീക്കങ്ങളും ഓരോ സമീപനങ്ങളും ആ വ്യക്തിക്ക് വലിയ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കാണാതിരിക്കുന്നതിൽ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ദുഃഖമുണ്ട്. കാരണം ആ വ്യക്തി മുൻപാണെങ്കിൽ അത്രയും ദുഃഖം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇൻഡയറക്റ്റായിട്ട്, പ്രത്യക്ഷമായി, പരോക്ഷമായൊക്കെ അറിയുകയും നിങ്ങളോടൊത്തുള്ളൊരു ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുകയും ആ വ്യക്തി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ചുള്ള ആളുകളും വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഒരു കുടുംബം എന്നുള്ള രീതിയിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. പിന്നെ കോംപ്രമൈസ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വാശി പിടിച്ചിരുന്ന ആ വ്യക്തി അതെല്ലാം മാറി വാശിയും വൈരാഗ്യമൊന്നുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മൂഡിലൂടെ കടന്നു പോകുന്നു. എല്ലാം കോംപ്രമൈസ് ചെയ്ത് എന്ത് വിട്ടുവീഴ്ചക്കും ആ വ്യക്തി തയ്യാറാണെന്നുള്ള നിലയിലാണ് ആ വ്യക്തി പോകുന്നത്. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാനും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട്. ഇനി നിങ്ങളില്ലാതെ മുന്നോട്ടില്ല. ഇനിയുള്ള യാത്രകളിലൊക്കെ നിങ്ങളടുത്ത് വേണമെന്ന് ചിന്തിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും വല്ലാതെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഇനി നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങളെ ചീത്ത വിളിക്കാനോ ഒന്നും ആ വ്യക്തി ഉണ്ടാവില്ല. എല്ലാത്തിനും ഒപ്പം നിന്നുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള വിജയം അതൊരു വലിയ വിജയമായി മാറുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട്. ഇനി പഴയതുപോലെയല്ല. നിങ്ങളെ കാണാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുതൽ അടുത്തു പോയിരിക്കുന്നു. ആ വ്യക്തിക്കിനി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾ തന്നെ വേണം.
ഒറ്റക്കൊരു തീരുമാനം ഇനി ആ വ്യക്തി എടുക്കില്ല. ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ മാത്രമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു ആത്മീയമായ അറിവും ആ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തി ഒരുപക്ഷെ ആ വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നു, ഈ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പോയാൽ മാത്രം മതി, അതുതന്നെയാണ് നല്ലത്. അതല്ലാതെ രണ്ടായി പോകുന്നതിലൊരർത്ഥവുമില്ല. ജീവിതത്തിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പോകാൻ ഉള്ള തീരുമാനം ആ വ്യക്തി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒറ്റക്ക് നിൽക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. മാനസികമായിട്ടാണ് പ്രത്യേകിച്ച്. മനസ്സ് അത്രത്തോളം നിങ്ങളിലേക്ക് അടുത്തു പോയിരിക്കുന്നു. നിങ്ങൾ പ്രധാനപ്പെട്ട ആളായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങളെ വിട്ടിട്ട് ഒരു ജീവിതം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഒരുമിച്ച് മുന്നോട്ട് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളിൽ ഒറ്റക്ക് നിന്ന് ചരിത്രമൊക്കെ ആ വ്യക്തിക്കുണ്ടെങ്കിലും മനസ്സ് നിങ്ങൾക്ക് സമ്മാനിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം പോകാനാണ്. മാത്രമല്ല ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങൾ നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ ലോകത്ത് ആരും നൽകില്ല എന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പിരിയാൻ കഴിയാത്തത്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നിലപാടെടുക്കുമെന്നും നിലകൊള്ളുമെന്നും മറ്റുള്ളവരെ പോലെയല്ല, വാക്കിൽ മാത്രം ഒതുക്കുന്ന ആളല്ലെന്നും ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ആത്മാർത്ഥതയുടെ ഏറ്റവും അവസാന വാക്കാണ് നിങ്ങളെന്നുള്ള സത്യം ആ വ്യക്തി അറിയുന്നു. പറയുന്ന വാക്കും പ്രവൃത്തിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് ആ വ്യക്തിക്ക് പ്രചോദനം നിങ്ങളാണ്. അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥത ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് സംസാരിക്കാറുണ്ടായിരുന്നു, ഒരുമിച്ച് പോകാറുണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ആഴത്തിലുള്ളൊരു ഇഷ്ടം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ആഴത്തിലുള്ളൊരു ഇഷ്ടം ഉണ്ടായിരിക്കുന്നു, ആഴത്തിലുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുന്നു. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിരിക്കുന്നു. ഒരു സഹായത്തിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോവില്ല. ആ വ്യക്തി പല സന്ദർഭങ്ങളിലും ആ വ്യക്തിക്കറിയാം, സഹായഹസ്തങ്ങളുമായി നിങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സഹായത്തിന് വേണ്ടി കൈ നീട്ടുവാനും സഹായം സ്വീകരിക്കാനും ഇനി സഹായം നൽകുന്നതും ആ വ്യക്തിക്ക് മാത്രമാണെന്ന് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമാണെന്ന് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു. മറ്റുള്ളവർ സഹായം മേടിച്ച് വഞ്ചിക്കുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഒരു പരിധിയുമില്ലാതെ സഹായിക്കുകയാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നുള്ളൊരു ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി പിന്നോട്ടില്ല. ഹൃദയത്തിൽ നിങ്ങൾ മാത്രമായിട്ട് ഒരുമിച്ച് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് അറിയാം, ആ വ്യക്തിക്ക് മുമ്പിലേക്ക് സഹായിക്കാനായിട്ട് നീണ്ടുവരുന്ന കൈ നിങ്ങളുടേത് മാത്രമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഭാവിയെക്കുറിച്ച് ആ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ചോയ്സുകളില്ല, ഇനി മറ്റുള്ളവർക്ക് പുറകെ പോകുന്നില്ല. എല്ലാം നിങ്ങളിൽ അർപ്പിക്കുന്നു. നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. കാരണം മനസ്സ് നിറച്ച് നിങ്ങളാണ്. മനസ്സ് പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളില്ലാതെ ഒരു അടി പോലും മുന്നോട്ട് പോകാനും ആ വ്യക്തി തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.